ഈ ഒരു ടാങ്കിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ്. നമ്മൾ 3 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നതായിരുന്നു, ഈ ബ്രിക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടാർപോളിൻ ഷീറ്റ് വിരിക്കുന്നതാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തത്. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു PVC ഫ്രെയിമുകളും ഈ ഒരു പ്ലാന്റും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്തു. ഇന്ന് നാലാമത്തെ വീഡിയോ ആണ്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീനുകളെ നമ്മൾ ഇറക്കി വിടാൻ പോവുകയാണ്. ഏത് മീനുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ്. നമ്മുടെ കയ്യിൽ ചെറിയ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്, ഒരു 8 എണ്ണം കിടക്കുന്നുണ്ട്. അവരെ നമ്മൾ ഇതിലേക്ക് ഇന്ന് ഇറക്കി വിടാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതിലേക്ക് എയറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2.5 വാട്ടിൻ്റെ ഒരു എയറേറ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ എയർ സ്റ്റോൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് നെറ്റ് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ എയർ സ്റ്റോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് എയറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ. ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത് ഈ ചെടികൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ഈ ഒരു വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഗോൾഡൻ യെല്ലോ കളർ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കാണും, ഒരു പാട പോലെ. അത് ആൽഗെ ഫോം ചെയ്ത് വരുന്നതാണ്. ചെടികളുടെ ഗ്രോത്തിനെ ഒന്നും ബാധിച്ചിട്ടില്ല. സാധാരണ ആൽഗെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനെയൊക്കെ ബാധിക്കാറുണ്ട്. നല്ല ഹാർഡി ആയിട്ടുള്ള പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ആൽഗെ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡക്ക് വീഡ് പോലുള്ള അല്ലെങ്കിൽ അസോള പോലുള്ള ചെടികളൊക്കെ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആൽഗെ ഗ്രോത്ത് വെള്ളത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ അസോള നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല. ഈ ആദ്യത്തെ ഫ്രെയിമിൽ കിടക്കുന്നതാണ് സാൽവീനിയ എന്ന് പറഞ്ഞ ചെടി, രണ്ടാമത്തെ സെക്ഷനിൽ കിടക്കുന്നതാണ് അസോള. നമ്മൾ 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 2 ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ അസോളയ്ക്കാണ് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, ആൽഗെ ഗ്രോത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയം വരാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. പിന്നെ എയർ സ്റ്റോൺ നമ്മൾ ഇട്ടിരിക്കുന്നത് ആ ഒരു മൂലയിലാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഏരിയയിൽ ആണ് മീനുകൾക്ക് നമ്മൾ ഫീഡിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാൽവീനിയ എന്ന് പറഞ്ഞ ചെടി നല്ല രീതിയിൽ ഇപ്പോൾ ഗ്രോ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട സമയത്ത് കുറച്ചെണ്ണമായിരുന്നു, ഇപ്പോൾ നല്ല രീതിയിൽ അത് വളർന്ന് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്പ്രെഡായിട്ടും വരുന്നുണ്ട്. അസോള അതുപോലെ തന്നെ സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതായത് ബ്ലാക്ക് കളറുകളോ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകുന്ന ഏതെങ്കിലും ലക്ഷണങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഗോൾഡൻ കളർ കാണുന്നത് ആൽഗെ ഗ്രോത്ത് ആണ്. ആൽഗെ ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഈ ഒരു മുകളിൽ ഇങ്ങനെ പാട പോലെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ തിളങ്ങുന്ന ഒരു ഗോൾഡൻ കളറാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് ആൽഗെ വെള്ളത്തിൽ ഫോം ചെയ്ത് വരുന്നതാണ്. നമ്മൾ ഈ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് ഇപ്പോൾ 6 ദിവസമായിട്ടുണ്ട്. കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 6 ദിവസം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറച്ച സമയത്ത് നമ്മുടെ മീൻ കിടക്കുന്ന നമ്മുടെ വേറൊരു ഔട്ട്ഡോർ ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനുകൾ ഓൾറെഡി കിടക്കുന്ന ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നൈട്രിഫൈങ് ബാക്ടീരിയസ് ധാരാളം ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാക്ടീരിയ ഇതിനകത്ത് സ്പ്രെഡായി മൾട്ടിപ്ലൈ ആവാൻ തുടങ്ങും. ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് വെള്ളത്തിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മീനുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു അമോണിയ നൈട്രേറ്റ്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഈ ചെടികൾക്ക് അത് വലിച്ചെടുത്ത്, അതായത് വളമായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് പഴയ ടാങ്കിൽ നിന്ന് എടുത്ത ആ ഒരു വെള്ളം എന്ന് പറയുന്നത് ആൽഗെ ഉള്ള വെള്ളമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടാങ്കിനകത്തും പെട്ടെന്ന് തന്നെ ആൽഗെ ഫോം ചെയ്തത്. പിന്നെ ഈ ബാക്ടീരിയസ് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ഫുഡ്, അതായത് പെല്ലറ്റ് ഫുഡ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു 6 ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു 6 ദിവസം സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം കണ്ടീഷൻ ആയത്. എപ്പോഴും നമ്മൾ ഫിഷ് ടാങ്കൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏകദേശം ഒരു 6 ദിവസത്തോളം വെള്ളം ഇതുപോലെ കണ്ടീഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം മീനുകളെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് പുതിയതായിട്ടൊരു ടാങ്ക് നമ്മൾ പണിതതിന് ശേഷം അതിലേക്ക് ഫ്രഷ് വെള്ളം അടിച്ച് നിറയ്ക്കുക. എന്നിട്ട് മീനുകൾ ഓൾറെഡി കിടക്കുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ഫുഡ്, പെല്ലറ്റ് ഫുഡ് പോലുള്ള എന്തെങ്കിലും ഫുഡ്, അതായത് ഫിഷിന് കൊടുക്കുന്ന ഫുഡ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എയറേഷൻ കൊടുത്ത് നെറ്റിട്ട് കവർ ചെയ്ത് ഒരു 6 ദിവസം വെച്ചതിന് ശേഷം മീനുകളെ ആഡ് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ എടുക്കുന്നത് ഈ ചെടിച്ചട്ടികളിലാണ്. ഇപ്പോൾ 8 ചെടിച്ചട്ടികൾ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഓരോന്നിനും വീതം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് സൈസ് വരുന്ന ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ്. ഇതിനകത്ത് നമ്മൾ ടെമ്പററി ആയിട്ട് ഇട്ടതാണ്, നമുക്ക് വലിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്തൊന്നും ശരിക്കും അധികകാലം ഇവരെ വളർത്താനായിട്ട് പാടില്ല, കാരണം ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇതുകൂടാതെ ഈ കാണുന്ന 2 ടബുകളിലും ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിയ 2 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ഈ 2 ടബുകളിലായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതിലുള്ളത് കുറച്ച് സൈസ് കൂടുതലാണ്, ഏകദേശം ഒരു 6 ഇഞ്ച് സൈസ് വരുന്ന പീസുകളാണ് ഈ 2 ടബുകളിലായിട്ട് കിടക്കുന്നത്. ഓരോന്നിനെയും സെപ്പറേറ്റ് ടബിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവർ കുറച്ച് വലുതായതുകൊണ്ടാണ് നമ്മൾ ഇവരെ അവരുടെ കൂടെ ആ ഒരു പുതിയ ടാങ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യാത്തത്. ഒരിക്കലും നമ്മൾ വലിയ സൈസും ചെറിയ സൈസും ഉള്ള മീനുകളെ ഒരുമിച്ച് ഇടാനായിട്ട് പാടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസുള്ള മീനുകളായിരിക്കും കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ വലിയ സൈസുള്ള മീനുകൾ എപ്പോഴും ചെറിയ സൈസിന് കൊത്തി ഓടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ സൈസുകൾക്ക് എപ്പോഴും സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർ സൈസ് വെക്കില്ല. ചെറിയ സൈസ് എപ്പോഴും ആ ഒരു സൈസിൽ തന്നെയായിരിക്കും നിൽക്കുക. അതുകൊണ്ട് ഈ 2 ടബുകളിലും കിടക്കുന്ന 2 6 ഇഞ്ച് വരുന്ന ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ നമ്മൾ ആ ഒരു പുതിയ ടാങ്കിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ചെറിയ സൈസ് കുറച്ച് വലിയ സൈസ് ആവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ആഡ് ചെയ്യുമായിരിക്കും. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടികളിൽ നിന്ന് നമ്മൾ 8 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നർ എടുത്ത് ഫ്രഷ് വെള്ളം അടിച്ച് അതിലേക്ക് നമ്മൾ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. 8 എണ്ണം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ പല സമയങ്ങളിലായിട്ട് വാങ്ങിയതാണ് പെറ്റ് ഷോപ്പുകൾ വിസിറ്റ് ചെയ്ത സമയത്ത്. ഇതിനകത്ത് ചിലതൊക്കെ കുറച്ച് വലിയ സൈസ് കാണാം. അത് ഫുഡ് കഴിച്ചിട്ട് അവർ വലുതായതാണ്. നമ്മൾ വാങ്ങിയ സമയത്ത് ഏകദേശം എല്ലാം സെയിം സൈസ് തന്നെയായിരുന്നു. ചിലത് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലതിൻ്റെ സൈസ് കുറച്ച് വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു 8 എണ്ണത്തിനാണ് ആ ഒരു പുതിയ ടാങ്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ 2 എണ്ണത്തിനും കൂടി വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് അഡീഷണലി. അങ്ങനെ ഒരു 10 എണ്ണം തികച്ച് ആ ഒരു ടാങ്കിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പ് ഇനി ഏതെങ്കിലും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയത് 2 എണ്ണത്തിന് ഈ ഒരു സെയിം സൈസ് തന്നെ വാങ്ങി നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്യും. സാധാരണ ആൽബിനോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി നല്ല വൈറ്റിഷ് കളറായിരിക്കും. ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. കണ്ണ് റെഡാണ്, പക്ഷേ ഡാർക്ക് റെഡാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ണിൻ്റെ ആ റെഡ് കളർ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇവർ അത്യാവശ്യം സൈസ് വയ്ക്കുന്ന മീനുകളാണ്. പിന്നെ ഇവർക്ക് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. നമ്മുടെ സാധാരണ വലിയ സൈസ് പെല്ലറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഫ്ലോട്ട് ചെയ്തിടുകയല്ല ചെയ്യുക. നമ്മളൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഈ പെല്ലറ്റ് അതിനകത്ത് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അത് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളത്തിൻ്റെ അതായത് ടാങ്കിൻ്റെ അടിത്തട്ടിലേക്ക് പോയി കിടന്നോളും. ഇവർ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ഫ്ലാറ്റായി കിടക്കുന്നതുകൊണ്ട് എപ്പോഴും സിങ്ക് ചെയ്ത് പോകുന്ന ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കുന്ന ഫുഡ്. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അധികം ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് വന്ന് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ ഇപ്പോൾ നേരത്തെ കാണിച്ച വലിയ ആൽബിനോ സക്കർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടബിനകത്ത് കിടക്കുന്നത്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് തന്നെയാണ് ഇടുന്നത്. അവർ മുകളിൽ വന്ന് കഴിക്കാറുണ്ട്. പക്ഷേ അവർക്ക് കുറച്ച് സ്ട്രഗിളാണ് നമ്മൾ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പെല്ലറ്റ് വന്ന് എടുക്കാനായിട്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് നനച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്നോളും. പിന്നെ അവരെ സൗകര്യം അനുസരിച്ച് വന്ന് കഴിച്ചോളും. ചില സമയത്ത് ഡേ ടൈമിൽ അവർ കഴിക്കാറുണ്ട്. നൈറ്റ് ടൈമിലാണ് ഇവർ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. കൂടുതൽ ഫുഡൊക്കെ കഴിക്കുന്നത് നൈറ്റ് ടൈമിലാണ്. എന്നാൽ ഡേ ടൈമിൽ ഇവർ വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അവരെ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ തന്നെ കണ്ടീഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കി വിടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ സക്കർ കാറ്റ് ഫിഷുകൾ നല്ല രീതിയിൽ ആൽഗെ കഴിക്കുന്ന മീനുകളാണ്. പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കഴിക്കും. പിന്നെ ഈ അസോള അത് എത്രത്തോളം കഴിക്കുന്നത് നമുക്കറിയില്ല. അസോള, ജയൻറ്റ് ഗൗരാമി പോലുള്ള മത്സ്യങ്ങളൊക്കെ അസോള നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ്. ഇവർ എത്രത്തോളം അത് കഴിക്കുന്നത് അറിയില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതിനകത്ത് തന്നെ നമ്മുടെ ടാങ്കിനകത്ത് തന്നെ അസോള കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യം പോലെ ഫുഡ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇവർക്ക് ഹൈഡിങ് സ്പോട്ട് കുറച്ച് മസ്റ്റാണ്. അതായത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം ഇവർ ഇടാനായിട്ട്. നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലം ഇവർക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഈ ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെടികളുടെ അടിഭാഗത്ത്, ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടികളുടെ അടിഭാഗത്ത് ഇവർക്ക് ഈസി ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ സേഫായിട്ട് അടിയിൽ പോയിട്ട് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ സൺലൈറ്റൊക്കെ അടിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ ചെടികളുടെ അടിയിൽ പോയിട്ട് അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാം. ഇവർ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് അധികം ഡെപ്ത് ഒന്നും ടാങ്കിന് വേണമെന്നില്ല. പിന്നെ ഇവർ വലുതായി വരുന്നതിനനുസരിച്ച് ഡെപ്ത് കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വലിയ ടാങ്കിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ ഇവർക്ക് വെള്ളം കുറച്ച് മോശമായാലൊന്നും അങ്ങനെ പ്രശ്നമുള്ള മീനുകളല്ല. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന മീനുകളാണ്. പിന്നെ ഇവർക്ക് അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ്. ഇവർ വെള്ളത്തിലുള്ള ഓക്സിജൻ ഏതെങ്കിലും രീതിയിൽ കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുകളിൽ വന്നിട്ട് ശ്വസിക്കാനായിട്ട് പറ്റും. അത്തരത്തിൽ എബിലിറ്റി ഉള്ളൊരു മീനാണ്. ഇവർക്ക് അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എയറേഷൻ കൊടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം വെള്ളം കണ്ടീഷനായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയറേഷൻ കൊടുക്കണം. കാരണം ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ്, ബെനിഫിഷ്യൽ ബാക്ടീരിയാസ്, അതിനെല്ലാം ഓക്സിജൻ വേണം. പിന്നെ ഈ ചെടികൾ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കുറച്ച് പുറകിലാണ്. സാധാരണ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചെടികൾ, അതായത് വെള്ളത്തിൽ സബ്മർജ് ചെയ്ത് നിൽക്കുന്ന ചെടികൾ ഫുൾ ഓക്സിജൻ വെള്ളത്തിലേക്ക് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. കാരണം അവർ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതുകൊണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് മെജോറിറ്റി ഓക്സിജനും ഇവർ വെള്ളത്തിലേക്ക് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. എങ്കിലും കുറച്ച് ശതമാനം ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോകാറുണ്ട്. ഈ ചെടികളെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇവയുടെ ഇലകൾ പുറത്തേക്കാണ് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ശതമാനം ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെയൊരു ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫോട്ടോസിന്തസിസിൻ്റെ കാര്യമാണ്. അല്ലാതെ ബാക്കി കാര്യങ്ങൾ, അതായത് അമോണിയ വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അമോണിയ ആയിട്ടല്ല വലിച്ചെടുക്കുന്നത്, അമോണിയ ഈ ഇതിനകത്തുള്ള നൈട്രിഫൈയും ബാക്ടീരിയാസ് അതിനെ ഫസ്റ്റ് നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നൈട്രൈറ്റ് പിന്നീട് നൈട്രേറ്റ് ഫോമിലേക്ക് ആയതിനു ശേഷമാണ് ഈ ചെടികൾ അത് വളമായിട്ട് വലിച്ചെടുക്കുന്നത്. ആ ഒരു പരിപാടി എല്ലാ ചെടികളും ഒരേപോലെ തന്നെ ചെയ്യാറുണ്ട്. അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടികളാണെങ്കിലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചെടികളാണെങ്കിലും അത് ഒരുപോലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ എല്ലാത്തിനെയും, ചെറിയ സൈസാണ്, 8 എണ്ണത്തിനെയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ അതിനകത്ത് കിടക്കുന്നുണ്ട്. പുതിയ സ്പേസ് ആയതുകൊണ്ട് അവർക്കൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. മിനിമം ഒരു 3 ദിവസം, മാക്സിമം പറയുകയാണെങ്കിൽ ഒരു 6 ദിവസം, ഒരാഴ്ച സമയം കൊണ്ട് അവർ ഫുള്ളായിട്ട് തന്നെ ഇതിനകത്ത് സെറ്റായിക്കോളും.
ഇത്ര നാളും അവർ കിടന്നിരുന്നത് ആ ഒരു ചെറിയ സ്പേസിലാണ്. പെട്ടെന്ന് തന്നെ വലിയൊരു സ്പേസിലേക്ക് വരുമ്പോൾ അവർക്ക് അതുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. ഇപ്പോൾ വെള്ളത്തിലെ ആൽഗെ ഫോം ചെയ്തിട്ടുള്ളത് വളരെ കുറഞ്ഞ അളവിലാണ്. അതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൽഗെ ഫോം ചെയ്ത് വെള്ളം ഒരു പച്ച കളറിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കില്ല. വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്താണ് പിന്നെ ഇവരുടെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള PVC സെൻറ്ററിൽ വെച്ച് കൊടുത്ത് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എയറേഷൻ നമ്മൾ താൽക്കാലികമായിട്ട് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഡെയിലി ഒരു 2-3 മണിക്കൂറാണ് നമ്മൾ എയറേഷൻ ഓൺ ചെയ്തിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല. നാളെയാണ് നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ചെറിയ ടാങ്കിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മീനുകളെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ടാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഫ്യൂച്ചർ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 8 ചെറിയ പീസുകളെയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അഡീഷണൽ ആയിട്ട് 2 കൂടി വാങ്ങി ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.